ഒരുമിച്ച് രാത്രി അനുഗ്രഹിക്കുന്നത് ദൈവകൃപയിലേക്ക് സമർപ്പിക്കുക. ഇന്നലെ പ്രഭാതത്തിൽ ദൈവാത്മാവായുടെ ഹൃദയത്തിൽ ഒരു ദൂത് ഈ രാത്രി വെള്ളം സൂക്ഷിക്കണമെന്ന് ദൈവത്തിൽ ഓർപ്പിച്ചതിന്റെ വെളിച്ചത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് പകർന്ന ഒരു ദൈവിക ദൂതിന് ആധാരമായിട്ട് അപ്പോസ്തലനായ പൗലോസ് റോമയിലുള്ള വിശ്വാസിക്ക് എഴുതിയ ലേഖനം റോമൻസ് ചാപ്റ്റർ 8 8-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അല്പസമയം ദൈവവചന വിചിന്തനത്തിനായി ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും വാക്കിലെന്ന് വിചാരിക്കുന്നു. ഉള്ളവർ പ്രിയപ്പെട്ടവർ എല്ലാവരും ആ വചനം എടുക്കുന്നു വായിക്കണം. റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകും. ആ വാക്യത്തെ ഞാൻ ഇങ്ങനെ ഒന്ന് റീകോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ മക്കൾ ഏവരും ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാകുന്നു. ദൈവാത്മാവ് നടത്തുന്നവരെവരും ആരാണ്? ദൈവത്തിന്റെ മക്കൾ ഏവരും ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. ഇന്ന് രാത്രി ആ വചനത്തെ ആസ്പദമാക്കിയിട്ട് നമ്മളൊന്ന് സ്വയശോധന ചെയ്യാൻ പോവുകയാണ്. നാം ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. എവിടെയെങ്കിലും ദൈവശബ്ദം കേൾക്കാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ടോ? എന്റെ തിരുവചന പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിന് നമ്മളോട് ഇടപെടുന്നതിനോ ദൈവത്തിന് നമ്മളോട് നിരന്തരമായി സമ്പർക്കം പുലർത്തുന്നതിനോ തന്റെ ഹിതം നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിനോ ഒരിക്കലും ഒരിടത്തും ദൈവത്തിന് യാതൊരു താല്പര്യക്കുറവുമില്ല. വേദപുസ്തകത്തിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം അവിശ്വസ്തരായി തീർന്നാലും അവനെന്ത് ചെയ്തു? വിശ്വസ്തനായി പാർത്തു. ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിപ്പാൻ ഇല്ല. നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം ചെയ്തു വിശ്വസ്തനായിട്ട് അല്പനിമിഷം നിന്നുള്ള വചനം ആയിട്ട് ശ്രദ്ധിക്കണം. സമയം ദൈവം നമുക്ക് അനുവദിക്കുന്ന അനുസരിച്ച് നമുക്ക് ആത്മാവെ ദൈവത്തെ സ്തുതിക്കണം. അതിനാരും നമ്മളെ പ്രേരിപ്പിക്കുന്നത് കൊണ്ടാകണം. യഥാർത്ഥ ആത്മീയത പുറത്തുനിന്ന് അകത്തോട്ട് പോകുന്നതല്ല, അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാണ്. യഥാർത്ഥ ആത്മീയത ഉളവാകുന്നത് പുറത്തുനിന്ന് അകത്തേക്കല്ല, അന്തരാത്മാവിൽ നിന്ന് പുറത്തേക്കാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പുറത്തു നിൽക്കുന്ന ആർക്കും നിങ്ങളിൽ ആത്മീയത ഉളവാക്കാൻ കഴിയില്ല. അകത്തിരിക്കുന്ന ആൾ വേണം ആത്മീയത നമ്മളെ ചെയ്യാൻ, ഉളവാക്കാൻ. അതാരകത്തിരിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. നമ്മളിപ്പോ അല്പം വചന പഠനവും അന്വേഷണങ്ങളും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തു പോകാനാണ് ഞാൻ ദൈവാത്മാവിൽ ഇന്ന് രാത്രി ശരണപ്പെടുന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ആർക്കെങ്കിലും സമയം ദൈവം തരുന്നതനുസരിച്ച് നമുക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ വിധി കഴിയുമ്പോൾ വ്യക്തമായിട്ട് ദൈവവചനത്താൽ ദൈവാത്മാവ് സ്പർശിച്ച് ഒരു വിശ്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള താല്പര്യത്തോടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അവസരമുള്ള ദൈവദാസന്മാരെ ഞങ്ങൾ പ്രാർത്ഥിക്കുക, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവങ്ങളെ ചില കാര്യങ്ങൾ ഞാൻ ഈ കൂട്ടത്തിൽ ഓർപ്പിച്ചു പോവുകയാണ്. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത് ഒരു വ്യക്തിയെ കുറിച്ച് അധികമാരും പരാമർശിക്കുവാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി, എന്നാൽ പലരും ദൈവദാസന്മാർ പരാമർശിക്കാറുമുണ്ട്. ആ വ്യക്തിയുടെ ജീവിത കാലയളവിന്റെ ശുശ്രൂഷകളെ കുറിച്ച് വേദപുസ്തകത്തിൽ അധികം രേഖപ്പെടുത്തിയിട്ടില്ല. തന്റെ ജീവിത കാലയളവിൽ താൻ എന്തൊക്കെ ശുശ്രൂഷകൾ ചെയ്തു തീർത്തു എന്നുള്ളതിനെ കുറിച്ച് വലിയ വിസ്തരിച്ച രേഖകൾ നമുക്ക് കിട്ടാനില്ല. ഏലിയാവിനെ കുറിച്ചുള്ള ശുശ്രൂഷകളെ കുറിച്ച് നമുക്ക് വ്യക്തമായ രേഖകളുണ്ട്. ഏലീശയുടെ ശുശ്രൂഷകളെ കുറിച്ച് രേഖകളുണ്ട്. ദാവീദ് തന്റെ ഉത്തരവാദിത്തങ്ങൾ നിവർത്തിച്ചതിനെ കുറിച്ച് വ്യക്തമായ രേഖകൾ വേദപുസ്തകത്തിലുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ ചരിത്രം വളരെ വ്യക്തമായിട്ടുണ്ട്. പൗലോസിന്റെ ചരിത്രമുണ്ട്, യോഹന്നാന്റെ ശുശ്രൂഷയുണ്ട്, പത്രോസിന്റെ ശുശ്രൂഷകളെ കുറിച്ച് വിവിധ ശുശ്രൂഷകളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ തന്റെ ജീവിത കാലയളവിൽ താൻ ചെയ്ത ശുശ്രൂഷകളെ കുറിച്ച് വലിയ രേഖകളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയെ
ഞാൻ അല്പ നിമിഷത്തേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനകത്തുനിന്ന് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചില ചിന്തകൾ ഓർപ്പിക്കുവാനാണ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുറിവാക്യം പറയുന്നത് ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. എല്ലാവരും ശുശ്രൂഷിക്കാൻ ഇൻവോൾവ് ചെയ്യണം. ഇന്ന് രാത്രി ഓർക്കണം. നമ്മൾ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ ഓരോരുത്തർ സ്ഥലത്തോട്ട് പോകുമ്പോൾ ഒരു പക്ഷെങ്കിൽ അവിടെ ഒരാൾക്ക് സാധനം കൈമാറാനായിരിക്കും പോകുന്നത്. ഇപ്പൊ നാട്ടിൽ നിന്ന് നമ്മൾ UAE-യിലേക്ക് വരുന്നു. ആ വരുന്നതിന്റെ ഒരു മാസത്തെ വരവ് അല്ലെങ്കിൽ ഒരു 15 ദിവസത്തേക്ക് വരുന്നു. ഈ വരുന്നതിന്റെ ഉദ്ദേശം ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരു കാര്യം ഒരു ഡോക്യുമെന്റ് കൈമാറാൻ വേണ്ടി മാത്രമായിരിക്കും. പക്ഷെ ആ കാരണം കൊണ്ട് നമ്മുടെ കൈ തന്നെ കേരളത്തിലുള്ള UAE-യിലോട് എന്ത് ചെയ്യുന്നില്ല, കൈ തന്നെ പറഞ്ഞേ വരുന്നില്ല. ഹോൾ ബോഡി, തലയും ശരീരം മുഴുവനുമാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ ഞാൻ പറയുന്ന ഒരു ആശയം മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ശുശ്രൂഷിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ഈ ICC വർഷിപ്പ് സെന്ററിന്റെ ഞായറാഴ്ചത്തെ ശുശ്രൂഷയിൽ വചനം ശുശ്രൂഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ രാത്രി എന്നെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അവയവം എന്നുള്ള നിലയിലാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ അതുകൊണ്ട് ആ അവയവം തന്നെയല്ല ചലിക്കേണ്ടത്, പിന്നെ ഈ അവയവങ്ങൾ മൊത്തം വേണം ചലിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അല്ലെങ്കിൽ പാസ്റ്റർമാരുടെ ശുശ്രൂഷയ്ക്ക് ഏഴായിട്ടാണല്ല സ്തോത്രം പറയുന്നത്. കഴിഞ്ഞ ദിവസം കേരളം പാസ്റ്റർ പഠിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ രണ്ട് അക്ഷങ്ങൾ തമ്മിൽ മുട്ടിക്കാൻ ഒരു പോയിന്റ് കഴിഞ്ഞ് അടുത്ത പോയിന്റിലേക്ക് കയറാൻ ദേവദാസന് അതിനൊരു ലിങ്ക് കൊടുക്കുന്നതല്ല. അങ്ങനെ ഞാൻ കേട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ലിങ്ക് കൊടുക്കുന്നതല്ല ഈ സ്തോത്രം എന്ന്. അകത്തോട്ട് ദൈവം വല്ലോ ഇട്ടെങ്കിൽ തിരിച്ചങ്ങോട്ട്. നമുക്കാരെങ്കിലും ഒരു നന്മ ചെയ്താൽ നമ്മൾ തിരിച്ചെന്താ പറയും? താങ്ക് യു എന്ന് പറയും. മലയാളികൾക്ക് അതല്പം കുറവാണെങ്കിലും ഇപ്പൊ പഠിച്ചു വരുന്നുണ്ട്. അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലെ നല്ല കാര്യങ്ങൾ പലതും നമ്മൾ എടുക്കാറില്ല, അഴുക്ക് കാര്യങ്ങൾ പലതും നമ്മൾ സ്വീകരിക്കാറുമുണ്ട്. എന്നാൽ വെസ്റ്റേൺ കൺട്രീസിലുള്ളവരുടെ പ്രത്യേകതയാണ് അവര് എന്തോ ചെയ്താലും ആരെന്തോ പറഞ്ഞാലും എന്തെങ്കിലും ഒരു കയ്യവട്ടം പറ്റിയാൽ അവരെന്ന് പറയും. എന്തെങ്കിലും ഒരു തന്നെ ഉണ്ടായാൽ അല്ലെങ്കിൽ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ദൈവാത്മാവ് നടത്തുന്നവരുടെ വായിൽ നിന്ന് ദൈവത്തിന് സ്തുതിസ്തോത്രം വന്നുകൊണ്ടേയിരിക്കണം. അതിന് യോഗത്തിനകത്ത് വരുമ്പോൾ മാത്രമല്ല, എല്ലാ സന്ദർഭത്തിലും കർത്താവിന് കൊടുക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കണം. അത് ഞാനും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരും നിങ്ങളും തമ്മിലുള്ള ഇടപാടല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളാം. ഇവിടെ ഇരിക്കുന്ന ദൈവജനവും പാസ്റ്റർമാരും തമ്മിലുള്ള കോൺട്രാക്ട് അല്ല സ്തുതിസ്തോത്രം. ദൈവവും നിങ്ങളും തമ്മിലുള്ള കോൺട്രാക്ട് അപേക്ഷിച്ചതാണ്. അത് ദൈവവും നിങ്ങളും തമ്മിലുള്ള ഇടപാടാണ്. അകത്തിരിക്കുന്ന ആത്മാവിൽ അറിഞ്ഞ് ദൈവത്തിന് കൊടുക്കേണ്ട മടുത്ത് കൊടുക്കണം. ഞാനൊന്നും നോട്ട് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നടക്കാനാ. ഞാനൊരു കാര്യം പറയാം. എന്റെ ശുശ്രൂഷയുടെ ഈ ചുരുങ്ങിയ കാല ഒരു അനുഭവത്തിൽ പറയാം. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള കഴിവില്ലെങ്കിലും ഒരു സ്തോത്രം പറയാൻ മാത്രം, ദൈവത്തെ സ്തുതിക്കാൻ മാത്രം, ദൈവത്തെ മഹത്വപ്പെടുത്താൻ മാത്രം കഴിവ് ലഭിച്ച ചില വ്യക്തികൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞൊരു സ്തോത്രം പറയുമ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു വിഷയത്തിന് വിടുതൽ സംഭവിച്ചിരിക്കും. അത് ഈ ദിവസങ്ങളിൽ സംഭവിക്കണം. അല്ലെങ്കിൽ കാലിന്റെ വിരലിന്റെ അറ്റത്തൊരു മുള്ളു വന്നാൽ മറ്റേ കാല് കൊണ്ട് തൂക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ കൈ കാൽവിരലിലേക്ക് ചെല്ലുന്നത് പോലെ ഓരോ അവയവവും അല്ലെങ്കിൽ എത്രത്തോളം ഫലപ്രേരണ കൊണ്ടോ ആലോചന കൊണ്ടോ ചിന്തകൾ കൊണ്ടോ തീരുമാനങ്ങൾ കൊണ്ടോ അല്ല, ഒരവയവത്തിന്റെ വേദന അടുത്ത അവയവം പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് സെക്കൻഡ് പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ വിജയങ്ങൾക്ക് വിടുതലുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ ഒരു സ്തോത്രം കൊണ്ട് എന്റെ ഒരു കൂട്ടു സഹോദരിക്ക്, എന്റെ ഒരു കൂട്ടു സഹോദരന് ആയിരിക്കുന്ന മാനസികാവസ്ഥയ്ക്ക് ഒരു വിടുതലായി തീരുന്നെങ്കിൽ എന്തിന് ഞാനത് മറച്ചു വെക്കുന്നു, എന്തിന് ഞാനത് മാറ്റിവെക്കുന്നു? ആ വിടുതൽ ദൈവം ചെയ്യട്ടെ. നമ്മുടെ ധാരണയാണ് പരപ്രാപ്തന്മാർ. ഈ 90-ന് ശേഷമാണ് എന്റെ അറിവ് ശരിയാണെങ്കിൽ 90-95 മുതൽ ഇങ്ങോട്ടാ ഇങ്ങനെയുള്ള ചേഞ്ചസ് സംഭവിക്കും. പരപ്രാപ്തന്മാരുണ്ടെങ്കിൽ മാത്രമേ വിടുതൽ നടക്കൂ. ഇതൊക്കെ ഒത്തിരി കാര്യങ്ങളിൽ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും പരപ്രാപ്തം. സെൻസ് ചെയ്യണം. ആത്മാവിനെ സെൻസ് ചെയ്യണം, തിരിച്ചറിയണം. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിച്ച് നിർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊരുമിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരാം. ലൂക്ക് ചാപ്റ്റർ 2 verses 22 through 35. 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. അതില് 25-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചാൽ മതി. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു.
ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് ശിമിയോൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ശുശ്രൂഷ കാലയളവിനെ കുറിച്ചുള്ള ഒരു ദൈർഘ്യമേറിയ വിവരണം സുവിശേഷങ്ങൾക്കകത്തില്ല. മത്തായി സുവിശേഷം വായിച്ചാലും മാർക്കോസിന്റെ സുവിശേഷം വായിച്ചാലും യോഹന്നാന്റെ സുവിശേഷം വായിച്ചാലും ഈ മനുഷ്യനെ അതൊന്നും കാണാതെയില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം ആരെ കാണുന്നത്? ശിമയോനെ കാണുന്നു. എന്നാൽ എന്നെ അവിടെ ഒരു ദൈവാത്മ ഒരു പാഠം ഓർപ്പിച്ചു. മത്തായി മറന്നാലും മർക്കോസ് മറന്നാലും യോഹന്നാൻ മറന്നാലും എന്നെക്കുറിച്ചും എനിക്ക് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ചും എന്റെ ജീവിതത്തിൽ ദൈവഹിതം നിവർത്തിക്കാനുള്ള എന്റെ ഹൃദയത്തിന്റെ വാഞ്ചയെക്കുറിച്ചും അറിയുന്നൊരു ദൈവം ഉയരത്തിൽ ഉള്ളതുകൊണ്ട് വെളിപ്പെടുത്തേണ്ട സമയത്ത് അവൻ വെളിപ്പെടുത്തും, പുറത്തു കൊണ്ടുവരേണ്ട സമയത്ത് അവൻ പുറത്തു കൊണ്ടുവരും. ഏൽപ്പിക്കേണ്ടവരുടെ വായിൽ ദൈവം ദൂത് കൊടുക്കും. ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോണം, തകർന്നിരിക്കുന്ന ആരെങ്കിലും ദൈവം എന്നെ അറിയുന്നവരാരുമില്ലല്ലോ. പുറമേയുള്ള പല കാര്യങ്ങളും വിലയിരുത്തി പലരും പല കൺക്ലൂഷനിൽ എത്തുമ്പോൾ, പല സ്ഥാനാർത്ഥിയിൽ എത്തുമ്പോൾ ദൈവമേ പലപ്പോഴും എന്നെ പലരും പല മാനദണ്ഡങ്ങൾ വെച്ച് അതിനെ സ്തോത്രം മനസ്സിലാക്കാനോ മനസ്സിലാക്കിക്കാനോ ശ്രമിക്കുമ്പോൾ പലതും കേട്ട് ഇന്ന് രാത്രി നീ തകർന്നിരിക്കുന്നെങ്കിൽ ദൈവാത്മാവ് ആരവശത്തിൽ പറയുകയാണ്, നിന്നെ കുറിച്ച് വിളിച്ചു പറയേണ്ട ലൂക്കോസും മരണങ്ങളിൽ നിന്നെ കുറിച്ചുള്ള ദൂത് ഏൽപ്പിക്കാൻ ശക്തിയുള്ള ഒരു ദൈവം ഉയരത്തിലുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുക, അതിനുവേണ്ടി കാത്തിരിക്കുക. Hallelujah, hallelujah. Those who wait upon the Lord shall renew their strength. Praise the Lord. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ കൊടുക്കും. Praise the Lord. ലോകത്തിന്റെ പ്രമാണവും ദൈവത്തിന്റെ പ്രമാണവും തമ്മിലുള്ള ചെറിയ വ്യത്യാസം ഇന്ന് രാത്രി നിങ്ങളുടെ അന്തരാത്മാവിൽ കാത്തിരിക്കുന്നതിന് വേണ്ടി ഞാൻ വിളിച്ചു പറയുക. ലോകത്തിന്റെ പ്രമാണം ഒരു വിഷയം വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരു സെക്കൻഡ് പോലും താമസിക്കാതെ കഴിവിനും ബുദ്ധിക്കും അനുസരിച്ച് പ്രതികരിക്കുക എന്നുള്ളതാണ് ലോകത്തിന്റെ പ്രമാണം. എന്നാൽ ദൈവത്തിന്റെ പ്രമാണം ഒരു വിഷയം വരുമ്പോൾ എത്രയും സമയം സംയമനം പാലിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുക എന്നുള്ളതാണ് വേദപുസ്തകത്തിന്റെ പ്രമാണം. ദാനിയേലിനെതിരെ രേഖ എഴുതി 122 പ്രധാന അല്ലെങ്കിൽ 120 ദേശാധിപതികൾ, അവരുടെ 3 അധ്യക്ഷന്മാരും, അതിൽ ഒന്നാമനായിരുന്നു ദാനിയേൽ. ഒരുവനായിരുന്നു മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ ഒന്നാമനായിരുന്നു. എന്ന് പറഞ്ഞാൽ രാജാവ് കഴിഞ്ഞാൽ അടുത്ത ആലോചന, അഭിപ്രായം അല്ലെങ്കിൽ ഒരു തീരുമാനത്തെ കുറിച്ചുള്ള ഫൈനൽ വേർഡ് രാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും അടുത്ത പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ദാനിയേൽ. എന്നാൽ അല്ലെങ്കിൽ സ്തോത്രം താനോട് ഉൾപ്പെടുന്നു എന്ന് മറ്റുള്ളവർ ചിന്തിക്കത്തക്ക നിലയിൽ ഒരു രേഖ അവിടെ പാസ്സായി. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുക. താനോട് ഉൾപ്പെടുന്നു എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കപ്പെടത്തക്ക നിലയിൽ ഒരു രേഖ അവിടെ പാസ്സായി. അത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ദാനിയേൽ രാജാവ് പോലും ഈ രേഖയ്ക്ക് മുദ്ര വെച്ചത്. കാരണം ഞങ്ങളെല്ലാം കൂടി സകല അധ്യക്ഷന്മാരും അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എന്നാൽ ചില ബൈബിൾ വേർഡുകൾ വളരെ കോരിത്തെരിപ്പിക്കുന്ന വാക്കുകളുണ്ട്. ഞങ്ങൾ ദേശാധിപതിമാരും സകല അധ്യക്ഷന്മാരും കൂടി തീരുമാനിച്ചു രാജാവ് അടുത്ത 30 ദിവസത്തെ കണ്ണോടല്ലാതെ വേറെ ആരോടും ചെയ്യരുത് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആ സകല എന്നുള്ളതിന്റെ അടിയിൽ 2 വരെ ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? എന്നാൽ രാജാവിന് പോലും ഒരു സംശയം തോന്നരുത് ഈ തീരുമാനത്തിനകത്ത് ആരില്ലെന്ന്. ദാനിയേൽ ഇല്ലെന്ന്. ദാനിയേലും കൂടെ ചേർന്നാണ് ഈ തീരുമാനം എടുത്തതെന്ന് സ്തോത്രം എന്ന് വിചാരിക്കത്തക്ക നിലയിൽ ഇവർ കാര്യം അവതരിപ്പിച്ച് പാസാക്കി. എന്നാൽ ഞാൻ ഓർക്കുകയാണ്, ദാനിയേലിന്റെ നീതി, ദാനിയേലിന്റെ ഉത്കൃഷ്ടത, ദാനിയേലിന്റെ ദൈവത്തിനുള്ള വിശ്വസ്തത, ദാനിയേലിന്റെ ദൈവത്തോടുള്ള പ്രതിപത്തി, 11 രാജ്യത്വങ്ങൾ ഉയർന്നു വരുന്നതും തകർന്നു വീഴുന്നതും കണ്ണുകൊണ്ട് കണ്ട് 100 വയസ്സ് കഴിഞ്ഞ് വയോവൃദ്ധനായി ഇസ്രായേലിന്റെ രക്ഷയ്ക്കുള്ള സകല സാധ്യതകളും കണ്ണുകൊണ്ട് നേരിക്കണ്ട് മനസ്സിലാക്കി താൻ എന്തിനു വേണ്ടി കാത്തിരുന്നോ അതിന്റെ പൂർണ്ണത പ്രാപിച്ച് കാര്യവനിക്കുള്ളിലേക്ക് വലിഞ്ഞു മാറിയവനാ ദാനിയേൽ. വലിഞ്ഞു മാറിയവൻ എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവികമായ തീരം പ്രാപിച്ചു പോയവനാ ദാനിയേൽ. ഇപ്പോഴോ ദാനിയേലേ, നീ പോയി
ചെയ്തുകൊള്ളുക, വിശ്രമിച്ചുകൊള്ളുക. കാലാവസ്ഥാനത്തിങ്കലിന്റെ ഓഹരി ബാധിപ്പാൽ എഴുന്നേറ്റ് ചുരുക്കം ഭക്തന്മാർക്ക് മാത്രമേ ഈ സീലിംഗ് ഓഫ് സെറമണി ദൈവത്തിന് ഡയറക്റ്റ് ലഭിച്ചിട്ടുള്ളൂ. അതിലൊരാളാണ് ദാനിയേൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പ്രൈസ് ദി ലോർഡ് തന്റെ ജീവിതത്തിലും പ്രൈസ് ദി ലോർഡ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് തന്റെ സാന്നിധ്യമില്ലാതെ വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലോകത്തിന്റെ പ്രമാണപ്രകാരം ദാനിയേൽ ഉടനടി പ്രതികരിക്കാൻ ഏത് പാതിരാത്രിക്കും രാജാവിന്റെ മുമ്പിൽ ചെന്ന് വിഷയം അവതരിപ്പിക്കാനുള്ള സകല സാധ്യതകളും തനിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ രാജാവിന്റെ അടുക്കലേക്ക് ഹല്ലേലൂയ വിഷയത്തെ ഫലമേൽപ്പിക്കാൻ അവൻ തയ്യാറായതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ബാബിലോൺ രാജാവ് പ്രൈസ് ദി ലോർഡ് തന്റെ ഹല്ലേലൂയ സ്തോത്രം ജോലി തനിക്ക് നൽകിയിരിക്കുന്ന ബോസാണ്. തനിക്ക് ജോലി കൊടുത്തിരിക്കുന്ന ബോസായ ബാബിലോൺ രാജാവ്. എന്നാൽ ബാബിലോണിലെ രാജാവ് പ്രൈസ് ദി ലോർഡ് സ്തോത്രം രാജാവിന്റെ മേളിലൊരു രാജാവ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുന്നതിനേക്കാൾ സ്വാതന്ത്ര്യം ആളുകളുണ്ട്. ഉയരത്തിലെ രാജാവിന്റെ അടുക്കലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കാത്തിരിക്കുന്നത് കൊണ്ട് ദൈവങ്ങൾ പ്രാപിച്ച ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ദൈവ പൈതൽ വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് സംയമനം പാലിക്കുന്നത് കൊണ്ട് വാസ്തവം നിറവേറാതെ പോകത്തില്ല. അതുകൊണ്ട് പർവ്വതങ്ങൾക്കുല്ലെങ്കിൽ സമുദ്രമധ്യേ വീണാലും അതിനെ വെള്ളം ഇരച്ചു കഴിഞ്ഞാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എന്നോട് വാഗ്ദത്തം ചെയ്തവൻ ഭൂമിക്ക് അതീതനാ, പ്രപഞ്ച ഗോളങ്ങൾക്ക് അതീതനാ, സകലത്തിനും അതീതനാ. അവന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും നിങ്ങൾ തിരിച്ചു പറഞ്ഞാൽ അത് ആത്മാവിലൊന്ന് വിളിച്ചു പറഞ്ഞേ. അവന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതവനിൽ എന്നത്ര പറഞ്ഞേ. അവന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതവനിൽ എന്നത്ര. ഇന്ന് രാത്രി ദൈവം പ്രവർത്തിക്കാൻ ശക്തന. ഞാൻ പഴയ ദിവസത്തിൽ ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് വന്നെന്നുള്ളതേ ഉള്ളൂ. പെട്ടെന്ന് വിശദീകരിച്ചു പോകുന്നത്. ഇതുപോലൊരു വയോവൃത്തനായ മനുഷ്യൻ പ്രൈസലോട് ഏകദേശം 104 വയസ്സിൽ ഒരു വല്യമ്മയും പ്രൈസലോട് ഒരു വല്യപ്പനും കൂടെ പ്രൈസലോട് വാഴ്ത്തത്വ നിവർത്തിക്ക് വേണ്ടി മാത്രം ജീവിതം നയിച്ചുകൊണ്ട് ആലയത്തിനകത്ത് ഇങ്ങനെ കാത്തിരിക്കുക. പ്രൈസലോട് ശിബിയോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഏകദേശം 100-ലധികം വയസ്സുള്ള അന്ന എന്ന് പറഞ്ഞൊരു പ്രവാചകൻ. എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ എന്തോ ചെയ്യാനാ? പ്രായമുള്ളവരൊക്കെ നമ്മൾ കാണാൻ ചെല്ലും മതി. ഞാൻ ഇവിടെ പോയി നിൽക്കുമ്പോ എല്ലാ വെല്ലുമച്ചയെ കെട്ടിപ്പിടിച്ച് മോർത്തോട്ട് എന്റെ കുഞ്ഞ് കഷ്ടപ്പെടാതെ നമുക്ക് പോകാൻ എനിക്ക് പ്രാർത്ഥിച്ചു. അത് അവരുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന പ്രയത്നം ചെയ്യാവുന്ന പ്രവർത്തന നിരതമായിരിക്കാവുന്ന കാലമെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യുക? എങ്ങനെയെങ്കിലും അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത്, ഒരു ദിവസം ദൈവം ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലൂടെ ഒരു വിടുതൽ ദൈവം മറ്റൊരാൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഒരു സ്തോത്രം ആ കിടക്കയിൽ കിടന്ന് പറയുമ്പോൾ ഒരു തലമുറയെ അല്ലെങ്കിൽ ഒരു ദൈവദാസനെ ആ കിടക്കയിൽ കിടന്ന പൂർവ്വകാലങ്ങളെ അയവിറക്കിക്കൊണ്ട് മനസ്സിനകത്തേക്ക് ഒരു ദൈവദാസനെ കൊണ്ടുവന്ന്, ഒരു ദൈവ പൈതലിനെ കൊണ്ടുവന്ന്, ഒരു അയൽവാസിയെ കൊണ്ടുവന്ന്, ഒരു മകനെയോ മകളെയോ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുമ്പോൾ അതിനകത്തൊരു വിടുതലുണ്ട്. അങ്ങനെ ഏത് പ്രായമുള്ളവരെ കണ്ടാലും ഞാൻ പറയും, നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ഒരു സമയമുണ്ട്. അതവൻ പൂർത്തീകരിക്കുന്ന ദൈവമാ. അതുവരെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ദൈവത്തിന്റെ കരങ്ങളിൽ വിശ്രമം കണ്ടെത്തുവാൻ ശ്രമിക്കണമെന്ന് പറയാറുണ്ട്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ഇവർ രണ്ടുപേരും അന്നയും ശിമയോനും ആലയത്തിൽ വന്ന വാർത്ത അവരോടുള്ള ഒരു വാർത്തത്വം ഇതുവരെ ചെയ്തിട്ടില്ല, നിറവറിയത്തില്ല. അതിനുവേണ്ടി ഇങ്ങനെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ മനുഷ്യനെ കുറിച്ച്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു നീതിമാനായിരുന്നു. 25-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. യേശുവിന്റെ പേരുള്ള ഒരു മനുഷ്യൻ എന്തായിരുന്നു? ഒരു പ്രവാചകനല്ല, ഒരു ഉണർവ് പ്രസംഗകനല്ല, ഒരു പുരോഹിതനല്ല. യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ അബിയാൽ കൂറി സക്രിയാവ് എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണല്ലോ. എന്നാൽ ശിമയോനെ കുറിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യനെന്ന് പറയുന്നത് നമുക്ക് സന്തോഷിക്കാൻ ഒത്തിരി വകയുണ്ട്. ഇന്ന് രാത്രി വിധിച്ച് ദൈവത്തിൽ വിചാരിക്കും, എവിടെയെങ്കിലും വിചാരിക്കുന്നത് ഞാൻ ആരല്ല, ഒരു പ്രവാചകനല്ല, ഞാനൊരു ഉണർവനല്ല, ഞാനൊരു പാത്രമല്ല, ഞാൻ സാധാരണ നമ്മൾ പറയുന്നത് ഞാൻ സാധാരണ വിശ്വാസം. എന്നാൽ ദൈവത്തിന്റെ കണ്ണിൽ
എത്രയും നമ്മൾ സാധാരണക്കാരനാകുന്നോ അത്രയും നമ്മിൽ അസാധാരണത്വം വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന ശിമയോൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ അദ്ദേഹത്തിന്റെ ലൈഫ് ക്വാളിറ്റീസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. 3 തലങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പേഴ്സണൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, സ്പിരിച്വൽ ലൈഫ്. അല്ലെങ്കിൽ ഇൻട്രാപേഴ്സണൽ, സ്വന്തം തന്നോട് തന്നെയുള്ള ബന്ധത്തിൽ താൻ ആരാന്നറിയാമോ? താൻ നീതിമാനായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവർ. താനൊരു നീതിമാനായിരുന്നു എന്നോടെ കാണാൻ. ഈ സമൂഹത്തോടുള്ള ബന്ധത്തിലല്ല, ഇസ്രായേലിന് ഒരു ആശ്വാസകാലം വരുമെന്ന് കാത്തിരിക്കുക. നമുക്കെല്ലാവർക്കും നമ്മളോടുള്ള കമ്മിറ്റ്മെന്റിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഒരു ഇന്റർപേഴ്സണൽ ചുറ്റുപാടുമുള്ളവരെ കുറിച്ച് നമുക്കൊരു ശ്രദ്ധയുള്ളൂ. നമ്മുടെ ചുറ്റുപാട് സറൗണ്ടിങ്സിനോട് നമുക്കൊരു കടപ്പാടുണ്ട്. ഇവർ ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്? കാത്തിരിക്കുന്നവരാണ്. ഇനി അതുകൊണ്ടും തീർന്നില്ല. അവന്റെ അടുത്ത പാചകം നിങ്ങൾ അധികം കേട്ടിട്ടില്ലായിരിക്കും, ഞാൻ തന്നെ സൃഷ്ടിച്ചെടുത്തത് ഒരു തിയോപേഴ്സണൽ ലൈഫ്. ഒരു ദൈവത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരുന്ന ഭാഷയിൽ പറഞ്ഞാൽ സ്പിരിച്വൽ ലൈഫ്, ആത്മീക ജീവിതത്തിൽ അവൻ ആരാന്നറിയാമോ? പരിശുദ്ധാത്മാവുമായിട്ട് നിരന്തരം എന്ത് ചെയ്യുക. ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇടയിലുള്ളൊരു ധാരണ. അന്യഭാഷ പറയാൻ കഴിവുണ്ട്. പക്ഷെ ഉറക്കെ പറയാൻ കഴിവുണ്ടെങ്കിൽ ആ ആത്മാവിന്റെ വലിയ ശക്തിയുള്ള ചെറിയ കുറച്ച പറയുന്നെങ്കിൽ ഇങ്ങനൊന്നും അല്ല. ആത്മാവിനാൽ നിറഞ്ഞവർ എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ. ഇനി നിറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നവർ, അങ്ങനെ വേറെ പുസ്തക ഭാഷ. നമ്മൾ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി മാത്രം തൃപ്തിപ്പെടുകയല്ല, നമ്മിൽ നിന്ന് ആത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാ ഞാൻ മുമ്പേ ഒന്ന് ആത്മാവിൽ അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞെന്ന് വെച്ചാൽ അല്ലല്ലോ, എല്ലാവരും കൂടെ സ്തുതിക്കുന്ന ശബ്ദം കേട്ട് എനിക്കൊരു ആത്മനിർവൃതി ഉണ്ടാകാനൊന്നുമല്ല പറഞ്ഞത്. ഒരു പക്ഷെങ്കിൽ നമ്മൾ നാം കൊണ്ട് പുറപ്പെടുവിക്കുന്ന ദൈവം നമ്മുടെ നാമിൽ പറഞ്ഞ് നൽകി തന്നിരിക്കുന്ന ആത്മാഭിഷേകത്തിന്റെ ശക്തിയിൽ പറയാനെന്ന വാക്കിനകത്ത് അടുത്ത് നിൽക്കുന്ന ഒരു സഹോദരന് ഒരു ബിരുദം ഉണ്ടായിരിക്കും. അത് അദ്ദേഹത്തിന് കിട്ടാതെ പോകുന്നത്. അല്ലല്ലോ, കൃപയാൽ നമ്മൾ ആരും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാൻ താല്പര്യമുള്ളവരല്ല, എന്നാൽ നന്മ ചെയ്യാൻ ആഗ്രഹമുള്ളവർ. അങ്ങനെയാണെങ്കിൽ എന്റെ നാവിൽ കൂടെ വരുന്ന ദൈവത്തോടുള്ള എന്റെ നിരന്തര സമ്പർക്കത്തിൽ എന്റെ അന്തരാത്മാവിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വാക്കുകൊണ്ട് ഒരു വ്യക്തി ബലപ്പെടാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഒരുവൻ നിറയാൻ തയ്യാറാകുന്നുവെങ്കിൽ, ആരംഭകാലങ്ങളിലൊക്കെ എന്റെ കുട്ടിപ്രായത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഉപദേശിക്കുന്ന ദൈവദാസന്മാരൊക്കെ ഇങ്ങോട്ട് വന്ന് ഒരു വശത്തു നിന്ന് ആത്മനിറവ് പ്രാപിച്ചവര് ആത്മാവിൽ അങ്ങോട്ട് ചാർജ് ചെയ്യപ്പെടുമ്പോൾ, അവരങ്ങോട്ട് നിറയപ്പെടുമ്പോൾ അപ്പത്തൽപ്പം മന്നലിയ പച്ചയായിട്ടിരിക്കുന്ന കൊള്ളിയാണെങ്കിലും ഇതിങ്ങനെ ഈ ചൂടുള്ള കൊള്ളിയോട് ചേർന്നിരുന്ന് ഈ ചൂടങ്ങോട്ട് ഏറ്റെടുത്ത് 2 പ്രോസസ് നടക്കും. ഒന്ന് ഇതിന്റെ പച്ചിപ്പങ്ങ് മാറും, അതും കൂടെ ഒന്ന് ഉണങ്ങി വരും. അതിനുശേഷം അല്പം കഴിയുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു സമയത്ത് അതിനെ കൂടി ഈ തീ പരന്നു പിടിക്കുമ്പോൾ ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടി ഈ തീ കത്തിച്ചോ അതിന്റെ നിറവിലേക്ക് ആ കാര്യങ്ങൾ മുമ്പോട്ട് മൂവ് ചെയ്യാനിടയായി തീരും. ഈ ദിവസങ്ങളിൽ അപ്പവിക്കാനുള്ള കാര്യം അഭിഷക്തന്മാരെ വിളിച്ചു പറയട്ടെ, ഒന്നോടൊന്ന് ചേർന്നിരുന്ന് പച്ചക്കൊള്ളികളെ എടുത്ത് പുറത്തു കളയാനല്ല, അതിനെ കൂടെ നനഞ്ഞിരിക്കുന്ന കൊള്ളികളുണ്ടാകാം, എന്നാൽ അതിനെ എടുത്ത് പുറത്തു കളയാനല്ല, അതിനെ അവഗണിക്കാനല്ല, അതിൻ്റെതായ കുറവുകളെ കുറിച്ച് പറയാനല്ല. ഇന്ന് രാത്രി നിനക്ക് കിട്ടിയ ഉണക്കമുണ്ടല്ലോ, നിനക്ക് കിട്ടിയ കർത്താവുള്ള കൃപയുണ്ടല്ലോ, ആ കൃപയോട് ജ്വലിപ്പിച്ചാൽ നിന്റെ മേൽ നിന്ന് ആ ചൂട് മറ്റുള്ളവരിലേക്ക് ഒന്ന് വ്യാപരിച്ച് അനേക വിടുതലായി ദൈവം ഈ തലമുറയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആത്മാവിനെ വിളിച്ചു വരിക. ഇന്ന് രാത്രി ദൈവത്തിനകത്ത് ആത്മീയ ചൂട് ദൈവത്തിന്റെ ആത്മാവ് അയക്കട്ടെ. ചൂട് വിളിച്ചത് കത്തട്ടെ, കത്തുന്നതിനെ കത്തിക്കട്ടെ, ആത്മീയ ജീവൻ പകരപ്പെടട്ടെ. സമയം മുമ്പോട്ട് പോകുന്നുണ്ട്. ഞാൻ നോക്കിയത് കാര്യങ്ങൾ വേഗത്തിൽ പറയാം. ഈ ശിമയോനെ സംബന്ധിച്ച് സാധാരണ ഒരു മനുഷ്യനാണ്. കൃപാവര പ്രാർത്ഥന ഒന്നും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. പക്ഷെങ്കിൽ അവൻ തന്നെയുള്ള ബന്ധത്തിൽ നീതിമാനായിരുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിൽ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ, ചുറ്റുപാടുകളോടുള്ള ബന്ധത്തിൽ അവൻ ഹല്ലേലൂയ സ്തോത്രം ലുക്കിംഗ് ഫോർ ദ കൺസലേഷൻ ഓഫ് സജഷൻ.
ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനായിരുന്നു. മൂന്നാമത് സ്പിരിച്വൽ ലൈഫ് അല്ലെങ്കിൽ തിയോപേഴ്സണൽ ലൈഫിൽ അവൻ ആരായിരുന്നു? ഹി വാസ് എ മാൻ വിത്ത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായിരുന്നു. അങ്ങനെയുള്ളവർക്കുള്ള ഗുണം തന്നോടുള്ള ബന്ധത്തിൽ നീതിമാനും സമൂഹത്തിലുള്ള ബന്ധത്തിൽ ആശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ നടക്കേണ്ട വിടുതലിനെ കുറിച്ച് ഇങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ. ഇതോ ചോദിക്കുന്നു, ഓ ഇസ്രായേലിന്റെ പിതാക്കന്മാരെ നടത്തിയ ദൈവം ഉണ്ടെങ്കിൽ നമ്മളെ ഈ സംഭവിക്കുന്നതൊക്കെ എന്താ? അല്ലെങ്കിൽ അതൊരു പരാജയത്തിന്റെ ശബ്ദമല്ല, അതൊരു അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലെന്നുള്ളതിന്റെ വാക്കല്ല. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ, പിതാക്കന്മാരുടെ കാലയളവിൽ പ്രവർത്തിച്ച ഒരു ദൈവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ തലമുറയിൽ ആ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവന്റെ കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന വാക്കുകൾ ഈ ദിവസങ്ങളിൽ പറയാൻ നാം തയ്യാറായ നമ്മെ എടുത്ത് ഉപയോഗിക്കാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഉൾവലിയുന്നവരെയല്ല ദൈവത്തിന് ആവശ്യം, പുറത്തേക്ക് വരാൻ തയ്യാറുള്ളവരെ പ്രശ്നമോ, ഇറങ്ങി നിൽക്കാൻ കഴിവുള്ളവരെ പ്രശ്നമോ, നിൽക്കാൻ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് എല്ലാവരും ഗുഹകളും പാറപ്പിളക്കുകളും അഭയമാക്കുമ്പോൾ ഒരുത്തം വീട്ടിൽ പുറത്തോട്ട് വരും. എല്ലാവരും ഉൾവലിയുമ്പോൾ ദൈവമേ നിന്റെ പ്രവൃത്തി നടക്കാനുള്ള വാക്തത്വമുണ്ടല്ലോ, അത് എവിടെയാണെന്ന് അറിഞ്ഞ് പുറത്തു വരുന്നവന് മാത്രമേ വിടുതലിന്റെ സാക്ഷിയാകാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. കർത്താവേ ഞാൻ രോഗിയാ, എന്തോ ചെയ്യും, വല്ല വിധനെ ഞാൻ എടുത്തോളെ. ഇത് പറയാനല്ല നിങ്ങളുടെ അഭിഷേകം ദൈവം തന്നത്. ഈ ലോകത്തെ മാറ്റുവാൻ കഴിയുന്ന ദൈവം പിതാക്കന്മാരുടെ കാര്യങ്ങളിൽ വേദപുസ്തക ചരിത്രത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണെന്ന് പറഞ്ഞ് നീ പുറത്തുള്ള പിന്നിലുള്ള ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. അതാണ് ശിമയോൻ ചെയ്തത്. എന്താണെന്നറിയാമോ? ശിമയോനും അന്നയും കൂടെ ആലയത്തിൽ വന്നിരിക്കുക. കാരണം അന്നത്തെ കാലത്ത് ഇസ്രായേലിൽ എന്തെങ്കിലും വിടുതൽ വെളിപ്പെടണമെങ്കിൽ ഒറ്റ ഒരു സ്ഥലമേ ഉള്ളൂ. കൃപപ്രാപിക്കുന്നവരെപ്പോഴും ആത്മീയ സാന്നിധ്യമുള്ള ഭാഗങ്ങളുമായിട്ട് വ്യക്തികളുമായിട്ട് ചേർന്ന് വയ്ക്കും. വിടുതൽ കാണേണ്ടവൻ, കൃപ പ്രാപിക്കുന്നവൻ എപ്പോഴും ആത്മീയ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. വയസ്സ് എത്രയായി? 100 വയസ്സ് കഴിഞ്ഞു. എനിക്കൊന്ന് അന്നായിക്കാട്ടി പ്രായം കാണുമ്പോൾ ശിമയോന് അല്ലേ. എന്നാൽ ഈ വയസ്സാം കാലത്ത് ഇനി വാഴ്ചത്തൊക്കെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ദൈവം വേറെ ആരെങ്കിലൂടെയൊക്കെ അല്ലെങ്കിൽ ദൈവപ്രവർത്തിക്ക് വേണ്ടി അവരിഷ്ടന്റെ വാർത്ത വന്നിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവം തന്നോടൊരു വാക്തത്വം ചെയ്തിട്ടുണ്ട്. തന്നോടൊരു വാക്തത്വം ചെയ്തിട്ടുണ്ട്. റെവലേഷൻ അബൌട്ട് ഹിസ് ഓൺ ലൈഫ്, തന്റെ ജീവിതത്തെ കുറിച്ച് ഒരു വെളിപ്പാട് ആർക്കുണ്ട്? ശിമയോനുണ്ട്. ആ വെളിപ്പാട് കൊണ്ട് വീട്ടിലിരിക്കുകയല്ല, ആ വെളിപ്പാട് കൊണ്ട് ആലയത്തിൽ വന്ന കണ്ണൊക്കെ വന്നിരിക്കുക. നിവർന്ന് നടക്കാനുള്ള പ്രാപ്തിയില്ല, ആകെപ്പാടെ ചെയ്തില്ല. 4 പേർ അറിയാതിരുന്നാൽ ആരെങ്കിലും തട്ടിയാൽ എന്ത് ചെയ്യും? താഴെ വീഴും. ഈ പരുവത്തിൽ ദുർബലനാണെങ്കിലും വാക്തത്വത്തിന്റെ നിവൃത്തി എവിടെങ്കിലും ഉണ്ടോ എന്നറിയാൻ സമൂഹത്തിലാണെങ്കിലും അവന്റെ ഹൃദയം ഇങ്ങനെ അന്വേഷിച്ചോണ്ട് നടക്കുക. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി കാണാൻ, വാക്തത്വം കാണാൻ, ഒരു പുനർജീവൻ പ്രാപിപ്പാൻ, ഒരു വീണ്ടെടുപ്പിന്റെ ശക്തി എന്റെ മേൽ വെളിപ്പെടുമെന്നുള്ള താല്പര്യത്തോടെ ഈ ദിവസങ്ങളിൽ പലരാൻ തയ്യാറായാൽ, ഇറങ്ങാൻ തയ്യാറായാൽ, മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ, എന്നിലൂടെ നിങ്ങളുടെ പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി ശക്തനാവോ. ദേവാലയത്തിൽ വന്നപ്പോ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വയോധികനായ മനുഷ്യനും അല്ലെങ്കിൽ എന്നെ പിന്നെ നമ്മൾ സീനി കാണുന്നത് ശിവനെ കുറിച്ച് പറഞ്ഞു പോവാം, പെട്ടെന്ന് നിർത്താം. ഈ വയോധികനായ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നപ്പോഴാണ് പല പേടിച്ച് വന്നോത്തി വന്നപ്പോൾ 12 തൊട്ടിപ്പാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വാക്തത്വം ഇങ്ങനെ നോക്കാൻ വന്നപ്പോൾ ഉള്ള അപ്പന്മാരും അമ്മമാരും എല്ലാം കിട്ടിയ പിള്ളേരെ എല്ലാം കൂടെ കൊണ്ടുവന്ന് പരിച്ഛേദന കഴിക്കാനും യാഗം കഴിക്കാനും കുറുമ്പാവനെ അർപ്പിക്കാനും. എന്നാൽ എരിശിലേം 4 പേര് കൂടുന്നതല്ലേ, പോയേക്കാം, ഒരു യാഗം കഴിച്ചേക്കാം, പണ്ട് ദൈവം ഒരു അത്ഭുതം ചെയ്തതല്ലേ, ദൈവം വിളവൊക്കെ തന്നതല്ലേ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് പിക്നിക്കിന് വന്നവരുമുണ്ട്. എല്ലാവരും ഉണ്ട്. ആകെപ്പാടെ അവിടെ തിരക്കാം. അല്ലെങ്കിൽ മൊത്തം തിരക്ക്. ആലയത്തിലോട്ട് വന്നപ്പോൾ അവിടെ മുഴുവൻ തിരക്കല്ല. കാരണം ഇസ്രായേൽ ലെവലിൽ ഭയങ്കര തിരക്കല്ല. ബൈബിൾ ക്ലാസ്സിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒറ്റ യാഗപീഠമേ ഉള്ളൂ. എല്ലാവരും യാഗം കഴിക്കണം. 15 കിലോമീറ്ററിൽ ഏറ്റവും അധികം ചുറ്റളവിലുള്ളവരെല്ലാം ഈ യാഗപീഠത്തിൽ വന്ന് യാഗം കഴിക്കണം. അവിടെ ചെല്ലുമ്പോൾ 250 പേര് നിൽക്കുക. 251 ടോക്കണാണ് കിട്ടിയത്. യാഗം കഴിച്ച് വിടുതൽ പ്രാപിച്ചു പോകാൻ ആൾക്കാരെ ക്യൂ നിൽക്കുക. ഇതിനകത്ത് ഈ ശിമയോന്റെ കണ്ണിങ്ങനെ പരതിക്കൊണ്ടിരിക്കുക. ശിമയോന്റെ കണ്ണിങ്ങനെ പരതിക്കൊണ്ടിരിക്കുക. ആ തിരക്കെല്ലാം വല്ലതും അതിനെ പോവാ എന്നല്ല.
അതിന്റെ നടുക്കോടി ഇങ്ങനെ പരതി എന്നെ സന്തോഷിപ്പിച്ചൊരു പോയി അതുകൊണ്ട് പറയാൻ നേരമുള്ളൂ. പൈസ പിന്നീട് ബാക്കി ഭക്ഷണം നമുക്ക് ചിന്തിക്കാം. ദൈവമനുസരിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിൽ ഒരിക്കൽ രക്ഷയെ കാണുന്നതിന് മുമ്പ് അതിനെ കണ്ടെത്തിയിട്ടില്ല, അറിയത്തില്ല എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് ചുവട് വെച്ചവന്റെ മുമ്പിൽ ആകപ്പാടെ തിരക്കാണ്, ആകപ്പാടെ ബഹളമാണ്. ഒരു കുഞ്ഞിനെ നോക്കി പോയപ്പോൾ 1000 കുഞ്ഞുങ്ങളുമായിട്ട് മാതാപിതാക്കൾ പലരും ആലയത്തിനകത്ത് വന്നിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ സ്തോത്രം ആ ഭാഗം മാത്രം പറഞ്ഞ് ഞങ്ങൾ നിർത്തുകയാണ്. ഹല്ലേലൂയ. എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. അതിനകത്ത് ആ തിരക്കിനകത്ത് ആ ആൾക്കൂട്ടത്തിനിടയിൽ തന്നോടുള്ള വാഗ്ദത്തത്തിന്റെ നിവർത്തി അതിന്റെ നടുക്ക് വന്നപ്പോൾ ഹല്ലേലൂയ ആരോടും പോയി ചോദിച്ചില്ല, പാസ്റ്ററെ ഇത് യേശുവാണോ? ഹല്ലേലൂയ. ദൈവദാസനെ എനിക്കൊരു കൺഫ്യൂഷൻ. വാഗ്ദത്തം ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രായം എത്രയായി പോയില്ലേ, കേൾവിയൊക്കെ ഒന്ന് കുറഞ്ഞില്ലേ, കണ്ണൊക്കെ ഒന്ന് മങ്ങിയില്ലേ, ആകപ്പാടെ പ്രയാസത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇത് എന്നോടുള്ള വാഗ്ദത്ത നിവൃത്തിയാണോ എന്ന് ആരോടും ചോദിച്ചില്ല. ആത്മനിയോഗം പ്രാപിച്ചവന്, ആത്മാവിനാൽ നടത്തപ്പെടുന്നവന് വാഗ്ദത്ത നിവൃത്തിയെ കാണാൻ പരിമിതിയില്ല, ദൈവപ്രവൃത്തിയെ കാണാൻ പരിമിതിയില്ല. അവൻ നോക്കുമ്പോൾ അവന് മനസ്സിലാകും, ഇതാണ് ദൈവമേ ഒരുക്കിയിരിക്കുന്ന രക്ഷ, ഇതാണ്. അവരെന്തെയ്യുന്നറിയാമോ? നേരെ അങ്ങോട്ട് ചെന്ന് മറിയുടെ കയ്യിലുള്ള പിടിച്ചിങ് വാങ്ങി. എന്നാൽ ഞാൻ ചിന്തിക്കുന്ന കാരണമെന്നറിയാമോ? ആത്മാവിന്റെ നിറവ് അവന്റെ ദുർബല ശരീരത്തിന്റെ മേൽ വ്യാപരിപ്പിക്കുവാൻ തുടങ്ങി. ഒരു നിമിഷം ദൈവത്തിന്റെ ആത്മനിറവിന്റെ ഒരു പകർച്ചയില് ഇത് വാഗ്ദത്ത നിവൃത്തികളെ എത്ര രാത്രി കണ്ടുകൊണ്ട് വേണം ഈ ആലയം വിട്ട് പുറത്തു പോകുന്നത്. ഒരുമിച്ച് ആത്മാവിനാണ് ദൈവത്തെ ശ്രമിച്ചവർക്ക് ആശയമുട്ടായ്മ കണ്ടത് മതി, ദൈവദാസന്മാർക്ക് ആർക്കുന്നത് മതി, മാനസിക താല്പര്യങ്ങൾ മതി. പിതാവിനുള്ള ഉയരത്തിൽ നിന്ന് അരിപ്പാട് പ്രാപിച്ച് ആത്മാവിന്റെ നടക്കത്തിനകത്ത് വാഗ്ദത്ത നിവൃത്തികളെ പ്രാപിക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടി എനിക്ക് യാത്രയാക്കേണ്ടതുണ്ട്. ആരോടോ ദൈവം പറയുന്നു, എന്റെ ശരീരം ദുർബലമാകുന്നല്ലോ, ഞാൻ ആളുകൾ കഴിച്ചല്ലോ, ഇനി ഒരു മടക്കയാത്രയുണ്ടോ, ഇനി ഒരു തിരിച്ചുവരമുണ്ടോ? ഈ രാത്രി ആത്മാവിനോട് പറയാൻ പറയുന്നു, നിനക്കൊരു അവസരമുണ്ട്, നിനക്കൊരു സമയമുണ്ട്, നിനക്കൊരു ഗുരുതരമുണ്ട്, നിനക്കൊരു എഴുന്നേൽപ്പുണ്ട്. അവരെ ഓടാനുള്ള
Oh,
വ്യക്തമായ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. ആ ദോഷത്തിന്റെയും ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു. ദൈവാത്മാവാൻ നടത്തപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കൾ. ഏത് രാത്രി ഞങ്ങൾ പൂർണ്ണമായി അത് വിശ്വസിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ ആത്മാവിനാൽ നടത്തപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. അതിനുവേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ പിന്നെയും ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവിയ ശിബിയോനെ പോലെ ആ ഒരു വാക്തത്വം ഞങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ അതിന് പിന്നിൽ തടസ്സങ്ങൾ ഏത് കടന്നു വന്നാലും ഏത് രാത്രി ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവെ വാക്തത്വത്തിന്റെ നിവൃത്തി ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ശത്രു ഞങ്ങളുടെ വാക്തത്വത്തെ തടയുവാൻ നോക്കുമ്പോ ഇന്ന് രാത്രി ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ ഞങ്ങൾക്കൊരു വാക്തത്വം അവിടുന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞങ്ങളത് വിശ്വസിക്കുന്നു. വാക്തത്വം പൂവണിയുടെ ഒരു ദിവസം ഞങ്ങളുടെ മുമ്പിലുണ്ട്. വാക്തത്വത്തെ കയ്യെത്തി പിടിക്കുന്ന ദിനങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ അതിവിദൂരമല്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശത്രു കൊണ്ടുവന്ന സകല ബന്ധനങ്ങളോ സകല ബന്ധനങ്ങളോ ഇത് വാക്തത്വത്തെ തകർക്കുക. വാക്തത്വത്തിനെതിരായി ഒരു സമാനമോ വാക്തത്വത്തിനെതിരായി ശത്രുവിന്റെ സകല ബന്ധനങ്ങളോ ഇന്ന് രാത്രി അഴിഞ്ഞു
praise the Lord, we praise the Lord, we praise the Lord, we praise the Lord. Hallelujah, hallelujah. വാഗ്ദത്തത്തിന്റെ കണ്ടുകൊണ്ട് ഇത് രാത്രിയിലേക്ക് വിശ്വസിക്കുന്നു. വാഗ്ദത്തം ഞങ്ങളുടെ മുമ്പിലുണ്ട് കർത്താവേ. അത് ഞങ്ങൾക്കായി സഞ്ചരിക്കുന്നതോർത്ത് ഇതേ ഞങ്ങളെ വാഴ്ത്തുന്ന കർത്താവേ. സമാധാനത്തോടെ ഞങ്ങളോട് കൂടെയിരിക്കും. ഈ ദിവസങ്ങളിൽ ഒരു വലിയ ആത്മപകർച്ചയുടെ നിലകളാക്കി മാറ്റണമേ. ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത, ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ ആത്മീയ സന്തോഷം ഈ ദിവസങ്ങൾ അനുഭവിച്ചറിയുക. ആരാധനയുടെ സന്തോഷം എന്തെന്ന് അനുഭവിച്ചറിയുക. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക. അവിടുത്തെ കൃപ ചെയ്യണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും പേരിട്ട് അനുഭവിക്കുന്ന ദിനങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് സാധിക്കും. അതിനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹവും കർത്താവും യേശുക്രിസ്തുവിന്റെ ആശ്വസിപ്പിച്ച് വഴിയെടുക്കുന്ന പരിശുദ്ധാത്മാവിനും കൂട്ടായിരുന്നു. കാത്തിരിച്ച സകല വിഷയത്തോടും കൽപ്പിച്ച് നഷ്ടപ്പെട്ടിടത്തോളം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടി എപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മാത്രം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, കർത്താവ് നമ്മെ ധാരാളമേ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവായ യേശുവേ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രത്യാശയോട് വേഗം വരണമെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ചില ചെയ്യപ്പെട്ടവർ പറയുന്നതുകൊണ്ട് സംശയിക്കരുത്. എന്റെ